എടി ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞെന്ന് 1 മണിക്കൂറിനുള്ളിൽ അത് ക്ലിയർ ആക്കി തരാന്നാ പറഞ്ഞത്. നീ 1 മണിക്കൂറും കൂടി ഒന്ന് ക്ഷമിക്കാതെ വരും. ഞാനേ അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് ആണ്. ആ ഓരോ പറയാ. അരെ ഭാര്യ അവക്ക് ചാക്കോമേരിയും കാണാൻ വേണ്ടിട്ടാണ്. ചാക്കോമേരി എന്ന് പറഞ്ഞിട്ട് സീരിയലുണ്ട്. ഇന്നലെ വൈകുന്നേരം വീട്ടിലോട്ടുള്ള കേബിള് പൊട്ടിക്കിടക്കാണ്. റോഡ് പണിക്ക് ആൾക്കാർ വന്ന് മാന്തിയിട്ടേ. അപ്പൊ അത് ശരിയാക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടാണെങ്കിൽ ആ സുരേന്ദ്രൻ ഫോൺ കൊടുക്കണില്ല. അല്ല പേര് എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞു? കാര്യം എന്നോടും വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഇന്നലെയാണ് പുള്ളി സൗദിയിൽ നിന്ന് പോകുന്നത്. അപ്പൊ വെളുപ്പിനായി ഇവിടെ എത്തിയത് രക്ഷാധികാരി. അപ്പൊ പോന്നപ്പോ തന്നെ എന്നോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഹിറ്റ്ലർ ക്ലബിന്റെ എല്ലാ അംഗങ്ങളെയും വിളിച്ചു കൂട്ടണം, അടിയന്തരമായിട്ട് പുള്ളിക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. तुम क्या समझता? मेरे को सब कुछ मालूम है. तुम पहले काम करो. तुमको मालूम नहीं? मैं सब कुछ एक खेल सब कुछ खत्म करके ही उधर आया है. मत बोलना. मेरे को कुछ भी नहीं सुना. तुम फोन मुत्तु को दो. मुत्तु எப்படி இருக்கு? நல்லா இருக்கீங்களா? வேலை எப்படி? அப்பா அம்மா எல்லாம் எப்படி நல்லா இருக்கீங்களா? சரி நான் வந்துடுவேன். பஷீர் பக்கத்தில் இருக்கா? பஷீருக்கு கொடுக்கு. சலாம். பஷீர் போலீஸ் மாஃபியா? பஷீர் കള്ളി വള്ളി. സ്റ്റോപ്പ്. എന്താ വലിയ കല്ലെന്നാ? കള്ളി വള്ളി എന്താ ചെയ്യാനേ? ഒരുപാട് പണിക്കാരുണ്ടല്ലോ ഇവിടെ. എല്ലാ രാജ്യത്തു നിന്നുണ്ട്. എല്ലാ ഭാഷകാരനോട് നിങ്ങൾ കഴിച്ചലാവും. നിവൃത്തികേടായതുകൊണ്ട് ഇങ്ങനെ വേറൊരു കാര്യന്റെ മനസ്സിലാ, നിങ്ങൾ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ചെറുപ്പം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് വന്ന കാര്യത്തിലോട്ട് ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഹിറ്റ്ലറിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ. അതുവരെ മറന്നു. ഞാന് അവിടെ വരുന്ന ഓരോ പത്രങ്ങളിലും ഇപ്പൊ മൊബൈലിലൊക്കെ വരുന്ന വാർത്തകളില് അപ്പുറം ഇപ്പുറമുള്ള മാക്രി ക്ലബുകളുടെ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പൊ എന്ത് വില കൊടുത്തും നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളും ഒന്നുകൂടെ ഉഷാറാക്കണ്ടേ സെക്രട്ടറി? അതെന്താ വേണ്ടെന്ന് പറയണേ? ഞരമ്പിന്റെ കുഴപ്പം അത് മാറ്റം വന്നിട്ടില്ലല്ലേ? അതൊന്നും ചികിത്സിച്ചിട്ട് കാര്യമില്ല. അല്ല അത് എപ്പോഴും ഇല്ല. അത് എപ്പോഴൊന്നുമില്ല. മിനിറ്റിലൊരു 3 പ്രാവശ്യം എന്തായാലും ഉണ്ടാവും. തമാശ പറയല്ലേ ഞാൻ പറയണതേ. രക്ഷാധികാരി പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങള് പലരും പല പ്രവർത്തനം ഇവിടെ നടത്താറുണ്ട്. പ്രളയം വന്ന സമയത്ത് നമുക്ക് ശരിക്കും നല്ല മാധ്യമ ശ്രദ്ധ പിടിച്ചു കിട്ടിയ നമുക്ക് ആ സമയത്ത് രക്ഷാധികാരി ഇല്ലാഞ്ഞ നന്നായി. പ്രളയം വന്നപ്പോ പല സംഘടനകളും നമ്മളെ സഹായിച്ചു. ജനങ്ങൾക്ക് കൊടുക്കാൻ ഏൽപ്പിച്ച സാധനത്തിൽ നിന്ന് ബ്രാൻഡഡ് ഷർട്ടുകൾ വരെ പൊക്കിയ ആളുകൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അതെ, കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് ഇനി പുതിയത് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ അല്ല ചെയ്യാൻ പറ്റുമോ നോക്കാം. പുതിയ പ്രവർത്തനം അല്ല, ഷർട്ട് എടുത്ത കാര്യം മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ പഞ്ചസാര അരിയൊക്കെ കൊണ്ടുപോയവരുണ്ട്. ഇരുന്ന് ചീത്തയായി പോണ കാര്യങ്ങൾ വേറെ കാര്യങ്ങൾ പറ. അതെ ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ഈ അരിയുടെയും പഞ്ചസാരയുടെയും മണ്ണെണ്ണയുടെയും കണക്ക് വിട്. എന്നിട്ട് നമ്മുടെ ഹിറ്റ്ലറിനെ എങ്ങനെ മേളിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് പറയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പറയണം. പറഞ്ഞൂടാ ഒരു കാര്യം പറയുമ്പോ പറഞ്ഞൂടാ. സെക്രട്ടറി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ജനശ്രദ്ധ പിടിച്ചു പറ്റാനും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാനും പറ്റിയ ഒരു ഐഡിയ ഞാൻ അങ്ങോട്ട് പറയാം.